प्यारे दोस्तों, उर्दू दुनिया में आपको ഹൈർ മുഖദ്ദം ഹെ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഉറുദുവിൻ്റെ ലോകത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത് ഉറുദു അക്ഷരമാലകളെക്കുറിച്ചാണ്. ഉറുദു അക്ഷരമാലകൾ 35 അക്ഷരങ്ങളാണ് ഉറുദുവിനുള്ളത്. അതിൽ 3 അക്ഷരങ്ങളാണ് ഉറുദുവിനായി മാത്രം വിശേഷിപ്പിക്കാവുന്ന അക്ഷരങ്ങൾ. 3 അക്ഷരങ്ങളാണ്. എല്ലാവർക്കും സ്വീകാര്യമായ ഒരു ഭാഷയായതുകൊണ്ട് തന്നെ ഫാർസിയിൽ നിന്നും 4 അക്ഷരങ്ങൾ ഉറുദു സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെയാണ് അറബിയിൽ നിന്ന് 28 അക്ഷരങ്ങളും ഉറുദു സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് 35 അക്ഷരങ്ങൾ ഉറുദുവിന് ഉള്ളത്. എങ്കിൽ നമുക്ക് ആദ്യമായി ഉറുദു അക്ഷരമാല ഒന്ന് പരിചയപ്പെടാം. ഉറുദു അക്ഷരമാല. ഉറുദു ഹുറൂഫ് തഹ്ജി: അലിഫ്, ബേ, പേ, തേ, ടേ, സേ, ജീം, ചേ, ഖേ, ഖേ, ദാൽ, ഡാൽ, സാൽ, റേ, ഡേ, സേ, റേ, സീൻ, ഷീൻ, സ്വാദ്, ജ്വാദ്, ത്വേ, ജ്വേ, ഗൈൻ, ഗൈൻ, ഫേ, ഗാഫ്, കാഫ്, ഗാഫ്, ലാം, മീം, നൂൻ, വാവ്, ഹേ, യേ. ഇനി നമുക്ക് ഉറുദു അക്ഷരമാലകൾ എഴുതി പഠിക്കാം. ആദ്യം നിങ്ങൾ നോട്ട്ബുക്കും പേനയും എടുക്കുക. ശേഷം നോട്ട്ബുക്കിൽ ഇതുപോലെ 6 കോളങ്ങൾ വരക്കുക. അലിഫ്, ബേ, പേ, തേ, ടേ, സേ. ജീം, ചേ, ഖേ, ഖേ, ദാൽ, ഡാൽ, സാൽ, റേ, ഡേ, സേ, റേ, സീൻ, ഷീൻ, സ്വാദ്, ജ്വാദ്, ത്വേ, ജ്വേ, ഗൈൻ, ഗൈൻ, ഫേ, ഖാഫ്, കാഫ്, ഗാഫ്, ലാം, മീം, നൂൻ, വാവ്, ഹേ, യേ. ഇതിന് താഴേക്കായി മുഴുവൻ അക്ഷരങ്ങളും എഴുതി പഠിക്കുക. ശേഷം നിങ്ങൾ നിങ്ങളുടെ ഉറുദു അധ്യാപകർക്ക് ഇത് അയച്ചു കൊടുക്കുക. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആകാരം, ഈകാരം, ഊകാരം, ഏകാരം. എങ്ങനെയാണ് ആ എന്നും ഈ എന്നും ഊ എന്നും ഏ എന്നും വായിക്കുക എന്നാണ് പഠിക്കാൻ പോകുന്നത്. ആകാരവും ഈകാരവും ഊകാരവും ഏകാരവും നിങ്ങൾ മുഴുവനായി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഉറുദു വായിക്കാൻ സാധിക്കുന്നതാണ്. ആകാരം. അക്ഷരങ്ങളോട് കൂടെ അലിഫ് ചേർന്നാൽ ആകാര ശബ്ദം ഉണ്ടാകുന്നു. ഉദാഹരണം: അലിഫ് പ്ലസ് അലിഫ് സമം ആ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാൻ കഴിയും. ബേ പ്ലസ് അലിഫ് സമം ബാ. പേ പ്ലസ് അലിഫ് സമം പാ. ഇപ്പം നമ്മൾ ആകാരത്തിലെ ഏതാനും അക്ഷരങ്ങൾ പരിചയപ്പെട്ടു കഴിഞ്ഞു. ആകാരാക്ഷരങ്ങൾ മുഴുവനായി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ആ, ബ, പ, ത, ട, സ, ജ, ച, ഹ, ഹ, ദ, ഡ, സ, റ, ഡ,
za, ra, sa, sha, so, zwa, twa, zwa, a, ra, fa, ka, ka, gha, la, ma, na, വാ ഹ യ. ഇനി നമുക്ക് ഈകാര ശബ്ദം പരിചയപ്പെടാം. അക്ഷരങ്ങളോട് കൂടെ യാ ചേർന്നാൽ ഈകാര ശബ്ദം ഉണ്ടാകുന്നു. ഉദാഹരണം അലിഫ് പ്ലസ് യാ സമം ഈ, ബേ പ്ലസ് യാ സമം ബി, പേ പ്ലസ് യാ സമം പി. ഈകാര ശബ്ദം മുഴുവനായി നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ, ബി, പി, തി, ടി, സി, ജി, ചി, ഹി, ഹി, ദി, ഡി, സി, റി, ഡി, സി, റി, സി, ഷി, സ്വി, സുയി, തുയി, സുയി, റി, റി, ഫി, ഖി, കി, ഗി, ലി, മി, നി, വി, ഹി, ഇ. ഇനി നമുക്ക് ഊകാര ശബ്ദം പരിചയപ്പെടാം. അക്ഷരങ്ങളോട് കൂടെ വാവ് ചേർന്നാൽ ഊകാര ശബ്ദം ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് അലിഫ് പ്ലസ് വാവ് സമം ഊ, ബേ പ്ലസ് വാവ് സമം ബൂ, പേ പ്ലസ് വാവ് സമം പൂ. ഊകാര ശബ്ദം മുഴുവനായി നമുക്കൊന്ന് പരിചയപ്പെടാം. ഊ, ബൂ, പൂ, തു, ടു, സു, ജു, ചു, ഹു, ഹു, ദു, ഡു, സു, റു, ഡു, സു, രു, സു, ഷു, സു, സു, തു, സു, ഓ, ഓ, ഫു, ഖു, കു, ഘു, ലു, മു, നു, വു, ഹു, യു. അക്ഷരങ്ങളോട് കൂടെ എ ചേർന്നാൽ ഏകാര ശബ്ദം ഉണ്ടാകുന്നു. ഉദാഹരണത്തിന് അലിഫ് പ്ലസ് എ സമം എ, ബേ പ്ലസ് എ സമം ബേ, പേ പ്ലസ് എ സമം പേ. ഏകാര ശബ്ദം മുഴുവനായി നമുക്കൊന്ന് പരിചയപ്പെടാം. എ, ബേ, പേ, തേ, ടേ, സേ, ജേ, ചേ, ഹേ, ഹേ, ദേ, ഡേ, സേ, റേ, ഡേ, സേ, റേ, സേ, ഷേ, സ്വേ, സ്വേ, ത്വേ, സ്വേ, റേ, റേ, ഫേ, തേ, കേ, ഗേ, ലേ, മേ, നേ, വേ, ഹേ, യേ. ഇനി നമുക്ക് കുറച്ച് വാക്കുകളൊന്ന് എഴുതി നോക്കാം. ഇതെന്താ വായിക്കുക? എല്ലാവർക്കും അറിയുന്നൊക്കെ ഉണ്ടല്ലോ. അനാർ. അപ്പോൾ ഇതോ? കിതാബ്, കലം, മേസ്. വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും വായിക്കാനൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ഇനി നമുക്ക് കുറച്ച് വാക്കുകൾ പരിചയപ്പെടാം. എ, ഇവൻ, ഇവൾ, ഇത്, ഈ. വോ, അവൻ, അവൾ, അത്, ആ.
കിതാബ് പുസ്തകം, കലം പേന, കുർസി കസേര, മേസ് മേശ, ദവാത്ത് മഷിക്കുപ്പി, സ്യാഹി മഷി, ഹേ ആകുന്നു, ക്യാ എന്ത്. മേം ഇൽ ഉള്ളിൽ, പെർ മേൽ മീതെ, ഹാം ഉണ്ട് അതെ, നെഹീം അല്ല ഇല്ല. ഇത്രയും കാര്യങ്ങൾ മുഴുവനായി പഠിച്ചു കഴിഞ്ഞാൽ ഉറുദു വായിക്കാനും എഴുതാനും വളരെ എളുപ്പത്തിൽ കഴിയുന്നതാണ്.